Good morning. So now we are moving on to chapter 14, and again once again it's a poem. It is written by Robert Frost. Robert Frost എഴുതിയ ഒരു poem, and the title of the poem is The Road Not Taken. What is the title? The Road Not Taken. Okay, and this poem is published in 1916 and published in 1916 and Robert Frost he has a best friend, walking buddy nana kuda walking friend ennalle has a walking buddy. His name is Edward Thomas. Adayinte friend inde perayirunnu Edward Thomas, and they used to walk together. Avaru orumichu nadakkan povaru. So whenever they walk together, they always had a confusion. Ee road therinnedukkano allengil adile ponam, ee vazhiyilode ponam. But of course, in our life also, we will face such situation when we have to take a decision. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അല്ലേ? അതാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഈ പോയം, അതായത് റോഡ് നോട്ട് ടേക്കനിലൂടെ കാണിച്ചു തരുന്നു. ഓക്കെ, ആൻഡ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈമിംഗ് സ്കീം ABAAB. റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് ലൈന് എങ്ങനെ എൻഡ് ചെയ്യും, അതേപോലെ അടുത്ത ലൈനും എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ A എന്ന് പേര് കൊടുക്കും. വേറൊരു രീതിയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ B. നമുക്ക് പോയം നോക്കുമ്പോൾ അത് നോക്കാം. ഓക്കെ, so let's enter into the poem The Road Not Taken by Robert Frost. Okay, yes. So we know that we have to take so many choices in our life, so many decisions in our life. So when we take our decision, we may be in confusion. തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായും എല്ലാ വ്യക്തികളും ഈ ലോകത്തിൽ എന്തായിരിക്കും? ഭയങ്കര കൺഫ്യൂഷനിൽ ആൾക്കാർ. ഇതെടുത്താൽ മതിയോ, അല്ലെ അത് വേണോ, അല്ലെ അവിടെ പോയാൽ മതിയോ, ഇവിടെ പോയാൽ മതിയോ, അവരോട് സംസാരിച്ചാൽ മതി. അങ്ങനെ ഒരു ക്രൂഷ്യൽ ജംഗ്ഷനാണ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ പറ്റുന്നത്. So let's enjoy the poem. Let's read the poem. Okay. Two roads diverged in yellow wood, and sorry I could not travel both, and be one traveler. Long I stood and looked down, one as far as I could, to where it bent in the undergrowth. So what you can see is that our Robert Frost, he went out for a walk, nadakkan poi, and what you can see is that he is there in a yellow wood. Wood ennu പറഞ്ഞാൽ WOOD, wood എന്ന് പറഞ്ഞാൽ കാട്. ഒരു കാട് ഉള്ള പ്രദേശമാണ്. And he went for a walking, and when he reached there in the wood, he was confused. അവിടെ എത്തിയപ്പോൾ ആൾ കൺഫ്യൂഷനിലായി. കാരണം എന്താണ്? there is a fork, ഒരു വഴിയുണ്ട്, and two roads are there. ആ ഒരു വഴിയിൽ രണ്ട് രീതിയിലുള്ള റോഡുണ്ട്. So he is in a confusion which road he has to take. ഏത് റോഡിലൂടെ പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു റൈമിംഗ് സ്കീം ഇസ് ABAAB. അപ്പോൾ എന്താ ഈ റൈമിംഗ് സ്കീം അല്ലേ? ഫോർ എക്സാമ്പിൾ, two roads diverged in yellow wood. വുഡിലാണ് ഫസ്റ്റ് ലൈൻ എൻഡ് ചെയ്യുന്നത്. Then and sorry I could not travel both. ഇപ്പോൾ വുഡും ബോത്ത് ഒരേപോലെ എല്ലാവരും ഉച്ചരിക്കുന്നത് അല്ല, മാറ്റമാണ്. ഇപ്പോൾ വുഡിൻ്റെ സ്ഥലത്ത് നമ്മൾ A എന്ന് കൊടുക്കും, ബോത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ B എന്ന് കൊടുക്കും. ഓക്കെ, അതേസമയം തേർഡ് ലൈൻ ഓക്കെ, ആൻഡ് be one traveler. Long I stood. Okay, so I am the one traveler. ഞാൻ ഒരാളാണ്. And long I stood. അപ്പോൾ വുഡും സ്റ്റുഡും ഒരേപോലെ റൈം ചെയ്യുന്നില്ലേ? അപ്പം വുഡിന് നമ്മൾ A എന്ന് കൊടുത്തു, അപ്പോൾ സ്റ്റുഡിന് നമ്മൾ എന്ത് കൊടുക്കും? A എന്ന് കൊടുക്കും. സോ ABA. ഓക്കെ, അടുത്ത നോക്കിയാലും and look down once as far as I could. അപ്പോൾ wood, stood, could ഒരേപോലെയാണ് റൈം ചെയ്യുന്നത്. So once again A. I think it's clear for you. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? And sorry I could not travel both,
and be one traveler long I stood. So I'm the one and only traveler അല്ലേ, ഞാൻ ഒറ്റ ഒരാളേ ഉള്ളൂ. സോ 2 different roads are in front of me. എൻ്റെ മുന്നിൽ 2 റോഡുകളുണ്ട്. സോ ആസ് എ വൺ ട്രാവലർ ഐ കാൻ വാക്ക് ത്രൂ ബോത്ത് ദ റോഡ്. 2 റോഡിലൂടെയും എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. സോ ഐ ഹാവ് ടു ചൂസ് വൺ. ഫ്രോസ്റ്റ് പറയാണ് ഞാൻ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് റൈറ്ററാണ്. സോ അദ്ദേഹത്തിൻ്റെ പോയട്രികൾ നമ്മൾ ഹീസ് ട്രൈങ് ടു ഗിവ് അസ് എ ലെസൺ, നമുക്കൊരു പാഠം തരാൻ ഉദ്ദേശിക്കുകയാണ്. എന്താ പറയുക, ലോങ് ഐ സ്റ്റഡ് ആൻഡ് ലുക്ക് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ്. ലോങ് ഐ സ്റ്റഡ്, കുറേ സമയം ഞാൻ അവിടെ നിന്നു. ആൻഡ് ലുക്ക്ഡ് ബോത്ത് ദ റോഡ്, 2 റോഡിലേക്കും നോക്കി. which one that I have to choose, which one that I have to select. ഏത് റോഡിലൂടെ പോവാം എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ എന്താ പറയുന്നത്, and look down one as far as I could to where it bent in the underground. Okay, so I looked down. ഞാൻ നോക്കി 2 റോഡും എവിടത്തേക്കായിരിക്കും പോകുന്നത്. but I didn't get any idea. പക്ഷെ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. Then took the other as just as fair. So after looking each road, 2 road നോക്കിയപ്പോൾ one road that had a feeling that yes I can walk through the road. ഒരു റോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അല്ല ഇതിലൂടെ എനിക്ക് നടക്കാം, ഇതെനിക്ക് പറ്റിയ റോഡാണെന്ന് എനിക്ക് തോന്നുകയാണ്. So and having perhaps a better claim, ചിലപ്പോൾ അതിലും നല്ലത് അടുത്തതാവാം. ബട്ട് ഐ ഹാവ് ടു സെലക്ട് വൺ. ഞാൻ ഒരാളായതുകൊണ്ട് ഒന്ന് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. യെസ്. ദെൻ ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ. സോ വെൻ ഐ ലുക്ക് അറ്റ് ദ റോഡ് ദാറ്റ് ഐ ഹാവ് സെലക്റ്റഡ്, ഞാൻ ചൂസ് ചെയ്ത റോഡ് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഗ്രാസി, നിറച്ചും പുല്ല് പിടിച്ചിരിക്കുക. അപ്പോൾ എപ്പോഴാണ് റോഡൊക്കെ നിറച്ച് പുല്ല് പിടിക്കുക? എപ്പോഴാണ്? അധികം ആൾ സഞ്ചാരമില്ലാതിരിക്കുമ്പോഴാണ് റോഡിൽ നിറച്ചും പുല്ലും കാട് പിടിച്ചതുപോലെ ഉണ്ടാവും അല്ലേ. സോ ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ, ദോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദേർ had won them really about the same. But whatever it may be, I have decided to walk through the grassy road. ആ കല്ലും മുള്ളും അതുപോലെ തന്നെ പുല്ലും നിറഞ്ഞ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. Who? Robert Frost. Then took the other, okay, and both that morning equally late. Yes, it is early morning time, so no one has ever traveled through the road. വളരെ നേരത്തെയാണ്, ഏർലി മോർണിംഗ്, അതായത് പ്രഭാതം. സോ പ്രഭാതമാണ്, ഏർലി മോർണിംഗ് ആണ്. നോ വൺ ഹാസ് യെറ്റ് ട്രാവൽ, ഇതുവരെയായിട്ടും ആരും ഈ 2 വഴിയിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. സോ ബട്ട് ഐ ഹാവ് ടു സെലക്ട് വൺ. പക്ഷെ ഞാനൊന്ന് തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ അല്ലേ. യെസ്. സോ വാട്ട് ഇറ്റ് ടെൽസ് ദാറ്റ് in leaves to no step had trodden black. Yes, when I look at the leaves, I can understand that no one has yet touched the leaf. ഇതുവരെയായിട്ടും ആ ലീവ്സ് ഒന്നും ചവിട്ടിയിട്ട് ആരും മുന്നോട്ട് പോയിട്ടില്ല. കാരണം നമുക്കറിയാം, ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലടയാളം അല്ലെങ്കിൽ ലീവ്സൊക്കെ ഭയങ്കര ഷാറ്റേർഡായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും അല്ലേ. ബട്ട് ഇറ്റ് ഇസ് സെയിം ആസ് എ ബൗക്കെ. പിന്നെ എന്താ പറയുന്നത്, ഓ I kept the first for another day. Yes, I have selected one. ഞാൻ ഒരു റോഡ് തിരഞ്ഞെടുത്തു. ആൻഡ് ഐ കെപ്റ്റ് ഫോർ അനദർ ഡേ. മറ്റേ റോഡ് വേറൊരു ദിവസം പോവാന്ന് ഞാൻ കരുതി. ഓക്കെ, ഐ കെപ്റ്റ് ഇറ്റ് ഫോർ another day. Then yet knowing how we leads on to way, I doubted if I should ever come back. Yes, I kept it for another day. ഏതെങ്കിലും ഒരു ദിവസം അടുത്ത റോഡിലൂടെ എനിക്ക് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് ഐ ഹാവ് എ ഡൗട്ട്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, വെദർ ഐ ക്യാൻ കെയിം ബാക്ക്, എനിക്ക് തിരിച്ച് വരാൻ പറ്റും. ഓൾറെഡി ഐ സെലക്റ്റഡ് വൺ, ഞാൻ ഒന്ന് തിരഞ്ഞെടുത്തു, അതിലൂടെ പോയിക്കഴിഞ്ഞാൽ വെദർ ഐ ക്യാൻ റിട്ടേൺ ബാക്ക്, എനിക്ക് തിരിച്ചു വരാൻ പറ്റും. ദാറ്റ് ഈസ് ട്രൂ, ഇസ്ൻ്റ് ഇറ്റ്?
Suppose in our life, after completing our degree, after completing our +2, നമ്മുടെ മുന്നിലൊരു ചോദ്യചിഹ്നമാണ് ഇനി എന്ത്, അല്ലേ? ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ മെനി പീപ്പിൾ മേ ഗിവ് ദെയർ സജഷൻ, ദെയർ അഡ്വൈസസ്. ഡോക്ടർ ആയിക്കോ, അല്ലെങ്കിൽ ആസ്ട്രോണോട്ട് ആയിക്കോ, അല്ലെങ്കിൽ ഇത് ചെയ്തോ അത് ചെയ്തോ. സോ വി വിൽ ബി ഇൻ അട്ടർ കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് ആകെപ്പാട് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഏതാവാം, ഏത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ആരുള്ളത്? അവർ, റൈറ്റ്? Then I shall be telling this with a sigh. SIGH, sigh means നമ്മൾ ഒരു ദീർഘനിശ്വാസം ഇടുന്നില്ല, അതിനാണ് sigh എന്ന് പറയുന്നത്. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverged in a wood, and I took the one less traveled by, and that has made all the difference. Okay, and I'm sure once we may think, ഒരു സാഹചര്യം നമ്മളെ മുന്നിൽ വരും, അപ്പോൾ നമ്മൾ ചിന്തിക്കും, there was two roads in front of me. എൻ്റെ മുന്നിൽ രണ്ട് ചോയ്സസ് ഉണ്ടായിരുന്നു, whether to select that, this or that, അതാണോ ഇതാണോ. But I selected one. ഒരാളായതുകൊണ്ട് ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, isn't it? After selecting that, I reached at this place. അത് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ഇവിടെ എത്തി എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നതാണ്. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverged in a wood, and I took the one less traveled by. ഞാൻ തിരഞ്ഞെടുത്ത വഴി ഏതാണ്? അധികം ആരും പോവാത്ത വഴിയാണ്. ഓക്കെ, and that had made all the difference. എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തിയത് എൻ്റെ ആ തീരുമാനമാണ്. So what our greatest English poet Robert Frost tried to convey through this poem, അതായത് in our life we have to take there is many decisions, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻ that may come in our lives. So in such a time you may face such kind of situations in our life. അപ്പോൾ ഇവിടെ റോഡ് ഉദ്ദേശിക്കുന്നത് our future, നമ്മളെ ഭാവിയാണ്. In front of us ever ending future is there. So it's our duty to select. ഇത് നമ്മളെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം എന്ന് തീരുമാനിക്കും, അല്ലേ? ഇതാണ് ഈ പോം റോഡ് നോട്ട് ടേക്കൺ ലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? വൈ ഡസ് ദ പോയറ്റ് കോൾ ദ വുഡ് യെല്ലോ വുഡ്? എന്തുകൊണ്ടാണ് പോയറ്റ് ആ കാടിന് യെല്ലോ വുഡ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാവാം യെല്ലോ വുഡ് എന്ന് പറയുന്നത്? ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ക്ലിയർ ഫോർ അസ്. നമുക്ക് എപ്പോഴും ഒന്നും ക്ലിയർ അല്ല, ഒരു ട്രാൻസ്പെറൻ്റ് ആണല്ലേ. വിച്ച് വൺ ദാറ്റ് വി ഹാവ് ടു ഡു, ഏത് തീരുമാനമെടുക്കണമെന്ന് അറിയാത്തത്. ദെൻ ഹൂ ഇസ് ദ ട്രാവലർ? ഇവിടെ ആരാണ് ട്രാവലർ? ഇറ്റ്സ് നോൺ അതർ ദാൻ റോബർട്ട് ഫ്രോസ്റ്റ്. ഓക്കെ, then why does he feel sorry? അദ്ദേഹത്തിന് എന്തിനാണ് സോറി തോന്നുന്നത്? Because two roads are in front of him and he is in a confusion which one he has to select. അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് വഴികളാണ്, ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്തതുണ്ട്. Then why does the poet look down the road as far as he can see? Okay, so എന്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നോക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ്? What will be waiting for him? നമുക്ക് വേണ്ടി എന്താണ് കാത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയില്ലേ? So through this poem, Robert Frost gives a kind of information to us that we may find many such situations. ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായേക്കാം. So choose the right path. നല്ലൊരു വഴി, നല്ലൊരു തീരുമാനം. Okay, thank you.